ഒരു ഹിന്ദിക്കാരൻ പ്രൊഡ്യൂസറുടെയും ഒരു സൂപ്പർ സ്റ്റാറിന്റെയും ഇടയിൽപ്പെട്ട് സ്വന്തം വർക്കുകൾ കൊണ്ട് ഒരാൾ സ്വയം നേടിയെടുത്ത ഒരു യുണീക് ക്രിയേറ്റർ എന്ന ടാഗ് നഷ്ടപ്പെട്ടു പോയ ഒരു കഥയാണിത്. പറഞ്ഞു വരുന്നത് തമിഴ് ഡയറക്ടർ എച്ച് വിനോദിനെ പറ്റിയാണ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ സതുരംഗ വേട്ടൈ നല്ല അഭിപ്രായങ്ങൾ നേടി വിജയിച്ചൊരു സിനിമ. ശേഷം രണ്ടാമതായി ചെയ്തത് അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും മികച്ചതും ആക്ടർ കാർത്തിയുടെ കരിയറിലെ മികച്ച സിനിമകളിൽ ഒന്നുമായ മറ്റൊരു ചിത്രം. എന്നാൽ ഇനിയാണ് കഥ തുടങ്ങുന്നത്. ഇദ്ദേഹത്തിന്റെ മൂന്നാമത്തെ ചിത്രമായി പുറത്തു വന്നത് ഒരു ബോളിവുഡ് സിനിമയുടെ റീമേക്കായ ഒരു ബോളിവുഡ് പ്രൊഡ്യൂസർ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത ഒരു സിനിമ. തന്റെ ആദ്യ രണ്ട് ചിത്രങ്ങളും സ്വയം എഴുതിയ ഇദ്ദേഹം, അതായത് എഴുതാൻ കൂടി കഴിവുള്ള ഇദ്ദേഹം, എന്തിനായിരിക്കും ഒരു റീമേക്കിന് മുതിർന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഞാൻ നോക്കിയിട്ട് അതിനൊരു ഉത്തരമേ കാണുന്നുള്ളൂ: പേ ചെക്ക്. യെസ്, പുതിയ കഥയുണ്ടാക്കി തല പോയിക്കണ്ട. അമിതാഭ് ബച്ചനിൽ നിന്ന് അജിത്തിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് എത്തുമ്പോഴുള്ള ചെറിയ ചില ഫ്ലേവറുകൾ ആഡ് ചെയ്ത് എന്നാൽ കൂടുതൽ വരുമാനവും ലഭിക്കുന്ന ബുദ്ധിമുട്ടില്ലാത്തൊരു ജോലി. അതുകൊണ്ടാവാം ഒരുപക്ഷെ ഇദ്ദേഹം അത് ഏറ്റെടുത്ത് ചെയ്തത്. എന്നാൽ അദ്ദേഹത്തിന്റേതായി വന്ന നാലാമത്തെ സിനിമയും ഇതേ ടീമിനോടൊപ്പം തന്നെ, അതേ നോർത്ത് ഇന്ത്യൻ പ്രൊഡ്യൂസർ, അതേ സൂപ്പർ സ്റ്റാർ. ഇത്തവണ പക്ഷേ ഇദ്ദേഹം സ്വയം എഴുതാൻ തീരുമാനിച്ചു. ധീരൻ പോലെ ഒരു നൊട്ടോറിയസ് ഗാങ്ങിനെ ചേസ് ചെയ്യുന്ന ഒരു പോലീസ് ഓഫീസറുടെ കഥ തന്നെയാണ്. പക്ഷെ അതിലൊരു ഇൻട്രൊഡക്ഷൻ സോങ്ങും കുറച്ച് ഫാമിലി പാസവും ഒക്കെ ആഡ് ചെയ്ത് എന്തൊക്കെയോ ആയിപ്പോയൊരു സിനിമ. എന്നാൽ ഇതുകൊണ്ടും കാര്യങ്ങൾ അവസാനിച്ചില്ല. അതേ ആക്ടർ പ്രൊഡ്യൂസർ ഡുവോ ഇദ്ദേഹത്തെ പിടിച്ച് മൂന്നാമതും ഡേറ്റും ഫണ്ടും കൊടുത്തു. എന്നാൽ ഇത്തവണ കഴിഞ്ഞ പ്രാവശ്യം നായകനുണ്ടായിരുന്ന ക്ലീൻ ഷേവ് ലുക്കൊക്കെ ഒന്ന് മാറ്റി ഒരു താടിയും ഫിറ്റ് ചെയ്ത് കൊടുത്ത് മാക്സിമം ഒരു ലൊക്കേഷനിൽ നിന്ന് തന്നെ തിരിഞ്ഞു കളിക്കുന്ന ഒരു സിനിമ അങ്ങ് ഇറക്കി വിട്ടു. അങ്ങനെ ആകെ മൊത്തം പറഞ്ഞ ഈ തുടരെയുള്ള അജിത് കുമാർ, ബോണി കപൂർ ചിത്രങ്ങൾക്ക് ശേഷം ഇദ്ദേഹത്തിന് സംഭവിച്ചത് തമിഴ്നാട്ടിലെ ബോക്സ് ഓഫീസ് കിങ് എന്നൊക്കെ പറയാൻ കഴിയുന്ന വിജയുടെ സംഭവബഹുലമായ സിനിമാ വിരമിക്കൽ പ്രഖ്യാപനത്തിന് ശേഷം നടത്തിയ അവസാന സിനിമയുടെ പ്രഖ്യാപനത്തിൽ സംവിധായകന്റെ സ്ഥാനത്ത് ഇദ്ദേഹത്തിന്റെ പേര് കണ്ടപ്പോൾ ഓക്കെ, ബാക്കി നിങ്ങൾ പറയും. വിജയുടെ അവസാന സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നത് എച്ച് വിനോദ് ആയിരിക്കുമെന്ന് കേട്ടപ്പോൾ നിങ്ങളുടെ ആദ്യത്തെ റെസ്പോൺസ് എന്തായിരുന്നു? നിങ്ങൾ അത് കേട്ട് ഡിസപ്പോയിന്റഡ് ആയോ, അതോ ഇപ്പോഴും എച്ച് വിനോദിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് സ്ട്രോങ് ആയി തന്നെ നിൽക്കുകയാണോ?